Hi dear students, ഇന്ന് നമുക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലെ വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ്. ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കാം. The given Wheatstone bridge is showing no deflection in the galvanometer joined between B and D. Find capital R. അതായത് നമുക്കൊരു വീസ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ ബ്രിഡ്ജ് ഓൾറെഡി ബാലൻസ്ഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ദ ബ്രിഡ്ജ് ഈസ് ഷോയിങ് നോ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ. അതായത് ഇവിടെ ബ്രിഡ്ജിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 ആണ്, അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ ഷോസ് നൾ ഡിഫ്ലക്ഷൻ. ഇങ്ങനെ ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ ആറിന്റെ വാല്യൂ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ എന്താണ് വീസ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. സോ നമുക്ക് അതിലേക്ക് ആദ്യം പോകാം. ഇപ്പോൾ വീസ്റ്റോൺ ബ്രിഡ്ജ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് 4 റെസിസ്റ്റേഴ്സ് ഇൻ എ ഡയമണ്ട് ലൈക്ക് ഷേപ്പ്, അല്ലെ, ഇൻ എ സർട്ടൻ മാനർ. ആൻഡ് ഈ ഒരു റെസിസ്റ്റേഴ്സിന്റെ സെന്ററിൽ വരുന്ന പോർഷൻ നമ്മൾ ബ്രിഡ്ജ് ആണെന്ന് പറയുന്നു. ആ ബ്രിഡ്ജിലായിരിക്കും നമ്മൾ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു സോഴ്സ് ഓഫ് EMF ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീസ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ റെസിസ്റ്റേഴ്സിന് പേര് കൊടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് P എന്ന് വിളിച്ചു, Q, R, S. സോ വീസ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ അനുസരിച്ച് if P by Q equal to R by S, അതായത് ratio of resistors across the bridge if balances, then galvanometer connected in the bridge shows 0 അല്ലെങ്കിൽ null deflection. ഈ ഒരു കണ്ടീഷനാണ് ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് വീസ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആണെങ്കിൽ P by Q equal to R by S ആയിരിക്കും. അങ്ങനെയും കൂടെ നമുക്കിതിനെ പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലെ P, Q, R, S ഒക്കെ എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇവിടെ P എന്ന് പറയുന്നത് 100 ഓം ആണ്, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അല്ലെ. Q എന്ന് പറയുന്നത് നോക്കുക. Q എന്ന് പറയുന്നിടത്ത് 100 ഓമിന്റെയും ക്യാപിറ്റൽ ആറിന്റെയും നമുക്ക് കണ്ടുപിടിക്കുന്ന ക്യാപിറ്റൽ ആറിന്റെയും ഒരു സീരീസ് കണക്ഷൻ ആയിട്ടാണ് Q തന്നിട്ടുള്ളത്. അതായത് ഈ 100 ഓമിന്റെയും ക്യാപിറ്റൽ ആറിന്റെയും ഇക്വലന്റ് റെസിസ്റ്റൻസ് വേണം നമ്മൾ എന്തായിട്ട് എടുക്കാൻ, Q ആയിട്ട് എടുക്കാൻ. നമുക്കറിയാം രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് വന്നാൽ എങ്ങനെ ഇക്വലന്റ് എടുക്കേണ്ടതെന്ന്. ഓക്കെ, എസിന്റെ വാല്യൂ 200 ആണ്, സോറി ആറിന്റെ വാല്യൂ 200 ആണ്, എസിന്റെ വാല്യൂ 40 ഓം ആണ്. നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മൾ P by Q equal to R by S നമുക്ക് എഴുതാൻ പറ്റും. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഗാൽവനോമീറ്റർ കറണ്ട് എത്രയാണ്, 0 എന്ന്, അല്ലെങ്കിൽ ബ്രിഡ്ജ് ഓൾറെഡി ബാലൻസ്ഡ് ആണെന്ന് നമുക്കുണ്ട്, തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് P by Q equal to R by S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ആൻസറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എത്താം. ഓക്കെ, സോ നമുക്കിവിടെ Pന്റെ വാല്യൂ ഓൾറെഡി ഉണ്ട്, ദാറ്റ് ഈസ് 100 by Q. Q എന്ന് പറയുന്നത് 100 ഓമിന്റെയും ആറിന്റെയും ഇക്വലന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം, അല്ലെ. സോ ആദ്യം നമുക്ക് 100 ഓമിന്റെ ആറിന്റെ ഇക്വലന്റ് എടുക്കാം. സോ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ R ഇക്വലന്റ് കണ്ടുപിടിക്കുന്ന 1 by R ഇക്വലന്റ് ഈസ് 1 by R1 plus 1 by R2 എന്ന് പറയുന്ന ഫോർമുല വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by R equivalent equal to 1 by R1. R1 ഞാൻ 100 ആയിട്ട് എടുക്കുകയാണ്, R2 ക്യാപിറ്റൽ R ആയിട്ട് എടുക്കുകയാണ്. പിന്നെ LCM എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും, ദാറ്റ് ഈസ് R plus 100 by 100 R എന്ന് വരും. 1 by R equivalent. പ്രത്യേകം ശ്രദ്ധിക്കണം, 1 by R equivalent ആണ് R plus 100 divided by 100 R. മിക്ക കുട്ടികളും ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ ഈ ഇക്വലന്റ് റെസിസ്റ്റൻസ് പാരലൽ കോമ്പിനേഷനിൽ കണ്ടുപിടിക്കുമ്പോൾ റെസിപ്രോക്കൽ എടുക്കാൻ മറന്നുപോകും. അപ്പൊ R equivalent എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 100 R by 100 plus R ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഏത് വാല്യൂ, ദാറ്റ് ഈസ് അവർ Q. Qന്റെ സ്ഥാനത്ത് ഞാൻ ആ വാല്യൂ കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് 100 R by 100 plus R എന്ന് കൊടുത്തു. ഇനി R വെച്ച് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 200 ഡിവൈഡഡ് ബൈ എസിന്റെ സ്ഥാനത്ത് 40. റൈറ്റ് സൈഡിൽ 200 by 40 നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് 5 ആംപിയർ നമുക്ക് വരും. സോറി 5 ആംപിയർ അല്ല, 5 ഓം എന്ന് വരും. ഇവിടെ LHS സോൾവ് ചെയ്യുമ്പോൾ 100 പ്ലസ് R ന്യൂമറേറ്ററിലേക്ക് പോകും, ദാറ്റ് ഈസ് 100 into 100 plus R divided by 100 R equal to 5. RHS 5 ആണ്.
നമുക്ക് സോൾവ് ചെയ്യാം. 100 into 100 that is 10,000 plus 100R equal to 100R 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 500R നമുക്ക് കിട്ടും. Therefore 10,000 equal to 500R minus 100R. This 10,000 equal to 400R. ഇവിടെ നമുക്ക് കുറച്ച് ടൈംസ് ഒക്കെ സീറോസ് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 2 സീറോസ് നമുക്ക് RHS ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്തും. Therefore capital R equal to 100/4 is equal to 25 ohm നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇതിന്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ, ഇതിന്റെ ലോജിക്കൽ ആയിട്ടുള്ള മീനിങ് എന്തെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ള അൺനോൺ റെസിസ്റ്റൻസ് ആയ R 25 ohm ആണെങ്കിൽ ഈ ഒരു വീസ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ട് ബാലൻസ്ഡ് ആയിരിക്കും. സോ 100 divided by 100 equivalent of 125 balances 200/40. ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ്, മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.